15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് ബംഗാളിൽ BJP അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി മമതാ ബാനർജി. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP ഓഫീസിൽ നിർമ്മിച്ചതാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് 226-ലധികം സീറ്റുകൾ നേടി തകർപ്പൻ വിജയം കൈവരിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്കെതിരായി വന്ന എക്സിറ്റ് പോളുകൾ തെറ്റിയെന്നതും തൃണമൂൽ കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ സർവേകൾ പ്രവചിച്ചതിലും അധികം സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. ഇതിനിടെ ഭരണവിരുദ്ധ വികാരത്തിലുണ്ടായ വോട്ടുകളിൽ വലിയൊരു പങ്കും ലഭിച്ചത് BJPക്കാണെന്ന വിലയിരുത്തലുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി രംഗത്തെത്തി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി യുഗത്തിന് അന്ത്യം കുറിക്കുമോ ഈ തെരഞ്ഞെടുപ്പ്? കാണാം RDX. ബംഗാളിൽ തുടർച്ചയായ 4ാം തവണയും തുടർഭരണം ലക്ഷ്യമിടുന്ന മമതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. മാർക്ക്, മാട്രിസ്, പോൾ ഡയറി തുടങ്ങിയ ഏജൻസികൾ ബംഗാളിൽ താമരക്കാലം വരുമെന്നാണ് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് മാത്രമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തുടരുമെന്ന് പ്രവചിക്കുന്നത്. BJP പരമാവധി 175 സീറ്റ് വരെ നേടാമെന്നും സർവേ ഫലങ്ങൾ പറയുന്നു. 6 മുതൽ 10 വരെ സീറ്റ് നേടി കോൺഗ്രസും CPIM-ഉം ഇക്കുറി നിയമസഭയിലേക്ക് എത്തുമെന്നും സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നു. തൃണമൂലിന്റെ 4ാം ഭരണത്തിന് BJP തടയിടുമെന്ന ഭൂരിപക്ഷ സർവേ ഫലങ്ങളുടെയും ആധികാരികത തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 2021-ലും ചില സർവേകൾ BJPക്ക് അട്ടിമറി വിജയം പ്രവചിച്ചിരുന്നെന്നും അന്നും തൃണമൂൽ 215 സീറ്റ് നേടി അധികാരത്തിലെത്തിയെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 93% ആകെ പോളിംഗ് രേഖപ്പെടുത്തിയത്. 2011-ലെ 84.3% എന്ന ബംഗാളിലെ എക്കാലത്തെയും ഉയർന്ന പോളിംഗിനെ ഇത്തവണ മറികടന്നത് മാറ്റത്തിന്റെ സൂചനയാണെന്ന വിലയിരുത്തലുമുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലം നോക്കാം. BJP 192 സീറ്റ് വരെയും തൃണമൂൽ കോൺഗ്രസ് 100 സീറ്റ് വരെയും മറ്റുള്ളവർ 2 സീറ്റ് വരെയും നേടുമെന്നാണ് ടുഡേയ്സ് ചാണക്യ പ്രവചിച്ചിട്ടുള്ളത്. BJPക്ക് 150 മുതൽ 160 വരെ സീറ്റും തൃണമൂലിന് 130 മുതൽ 140 വരെ സീറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നു ടുഡേയ്സ് ചാണക്യ. 177 മുതൽ 187 വരെ സീറ്റ് നേടി മമത തുടരുമെന്നാണ് പീപ്പിൾസ് പ്ലസ് പറയുന്നത്. BJP 95 മുതൽ 110 വരെ സീറ്റ് നേടുമെന്നും ഇടത് പാർട്ടികൾക്ക് 1 സീറ്റും കോൺഗ്രസിന് 3 സീറ്റും നേടിയേക്കാമെന്നാണ് പീപ്പിൾസ് പ്ലസ് പറയുന്നത്. ഇടത് പാർട്ടികൾ 2 മുതൽ 3 വരെ സീറ്റും കോൺഗ്രസ് 3 മുതൽ 5 വരെ സീറ്റും നേടാമെന്ന് പോൾ ഡയറിയും പറയുന്നു. BJP 146 മുതൽ 161 വരെയും തൃണമൂൽ 125 മുതൽ 140 വരെയും സീറ്റുകൾ നേടുമെന്നാണ് മാട്രിക്സിന്റെ പ്രവചനം. BJP 150 മുതൽ 175 വരെയും തൃണമൂൽ 118 മുതൽ 138 വരെയും സീറ്റ് നേടിയേക്കാമെന്നാണ് മാർക്ക് സർവേയുടെ ഫലം. തൃണമൂൽ 131 മുതൽ 152 വരെയും BJP 138 മുതൽ 159 വരെയും നേടിയേക്കുമെന്നാണ് JVCയുടെ സർവേ ഫലം. ഇതിനോട് മമതയുടെ പ്രതികരണം ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. ബംഗാളിൽ BJP തോൽക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തോടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നും മമത പറഞ്ഞു. BJPയുടെ വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. BJP EVM-കൾ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ട് എന്നും മമതാ ബാനർജി പറയുന്നു. എല്ലാവരും സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കണമെന്നും മമതാ ബാനർജി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബംഗാളിൽ BJP 180 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരിയും പറഞ്ഞു. അതിലേക്ക് भाई एग्जिट पोल ठीक है, मैं ग्राउंड का एग्जिट पोल बता रहा हूँ. 180 प्लस BJP, लेकिन जो अच्छा मेजोरिटी से भाजपा सरकार बन रहा है मोदी जी का नेतृत्व. ബംഗാളിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നെന്നും പക്ഷേ പ്രതിപക്ഷ വോട്ടുകൾ വിഭജിച്ചെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും ബഹാറൻപൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു. പ്രതിപക്ഷ വോട്ടുകളിൽ വലിയൊരു പങ്കും BJPക്ക് ലഭിച്ചെന്നും അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു. विपक्ष में ज्यादा वोट तो विपक्ष पार्टियों को मिला है. सत्ता विरोधी लहर तो थी, इसके लिए विपक्षों ने ज्यादा वोट तो जरूर मिले हैं, लेकिन विपक्षों के अंदर किस तरीके की वोट बंटवारा हुई ये तो अभी कहना मुश्किल है. विपक्ष में सारे पार्टियां थी, कई सारे पार्टियां, BJP, कांग्रेस, CPM, ISF, तरह तरह की पार्टी थी. फिर भी विपक्ष वोटों की एक बड़ा हिस्सा BJP पार्टी को मिला है. ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് ബഹുഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നത്. BJP അവിടെ അധികാരത്തിലെത്തുമെന്നും എന്താ തോന്നുന്നത്? ഇതിലിപ്പോൾ ഈ സർവേ ഫലങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞപ്പോൾ അതൊന്ന് വിശ്വസിച്ചേക്കാം.
എന്ന് വിചാരിക്കുന്ന ഒരു നിലയിലാണ് എനിക്കിന്ന് രാവിലെ ഉണ്ടായത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നില്ല എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ സമീപിച്ച 70% വോട്ടർമാരും സർവേയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. അതായത് എക്സിറ്റ് പോൾ സർവേയിൽ ചെന്ന് ചോദിച്ചാൽ മൂളാൻ പോലും തയ്യാറായില്ല. മൂളാൻ പോലും തയ്യാറില്ല. 70% പേര് എന്ന് വെച്ചാൽ 30% പേരെ അവർ സമീപിച്ച ആളുകളിൽ അവരോട് സംസാരിച്ചുള്ളൂ. അപ്പോൾ ഇത് ആക്സിസ് മൈ ഇന്ത്യയുടെ മാത്രം കാര്യമായിരിക്കില്ലല്ലോ. ഒരു ജനതയ്ക്ക് എക്സിറ്റ് പോളിൽ വോട്ട് ചെയ്തതിനെക്കുറിച്ച് മിണ്ടാൻ താല്പര്യമില്ല എങ്കിൽ അത് ആക്സിസ് മൈ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞിട്ട് മാത്രമായിരിക്കില്ലല്ലോ. എല്ലാ സർവേക്കാരോടും ഒരുപക്ഷെ ഏറിയും കുറഞ്ഞു ഈ നിലപാട് ആ ജനത സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ എന്ന സ്വാഭാവികമായ ഒരു സംശയം എനിക്കുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യ ഞങ്ങൾ ആ റിസൾട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ കൊടുത്തിരിക്കുന്ന ഈ റിസൾട്ട് ഈ പ്രതികരിച്ച 30%-യോ 40%-യോ മാത്രം പ്രതികരണം വെച്ചിട്ടുള്ള സർവേ ഫലമായിരിക്കില്ലേ എന്നൊരു സംശയം എനിക്കുണ്ടായി സ്വാഭാവികമായിട്ടും. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം BJP ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണ് കളിക്കുന്നത്. അവിടെ ഇത്തവണ എന്തായാലും അധികാരം പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഗ്രൗണ്ടിൽ ഇലക്ഷൻ ദിവസത്തിലടക്കം അക്രമങ്ങളൊക്കെ നടത്തിയിട്ടും കൂടെയാണ് അവരുടെ ഒരു വിജയം ഉണ്ടാക്കാറുണ്ട് എന്ന് അവിടെയുള്ള ആളുകൾ, നിരീക്ഷിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ പക്ഷേ കേന്ദ്രത്തിൻ്റെ സേനയടക്കം ഇറങ്ങിയിട്ട് അതിശക്തമായിട്ട് അത്തരം കാര്യങ്ങളെ തടയാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് താരതമ്യേന നന്നായിട്ട് വോട്ട് ചെയ്യാൻ അവർക്കും സാധിച്ചിട്ടുണ്ടാകും എന്നതുകൊണ്ട് BJP വന്നുകൂടായികയില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ സർവേ ഫലത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്താമോ എന്ന സംശയം എനിക്കുണ്ടായി. അവിടെ തൃണമൂൽ കോൺഗ്രസ് BJP ഒരു വരത്തൻ പാർട്ടിയാണെന്ന് വെച്ചാൽ പുറത്തു നിന്ന് വന്ന പാർട്ടിയാണ്, ബംഗ്ലയുടെ പാർട്ടിയല്ല. ജയ് ബംഗ്ല, ജയ് മോദിക്ക് പകരം ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം അവിടെ വരുമ്പോൾ ജയ് ബംഗ്ല എന്ന് പറയുന്ന അവരുടേത് മാത്രമായിട്ടുള്ള പ്രാദേശികമായിട്ട് ഹിറ്റായ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കാൻ മമതാ ബാനർജിക്ക് പറ്റിയിരുന്നു. അവരുടെ വളരെ കൊള്ളാവുന്ന പുരുഷന്മാരും സ്ത്രീകളോടൊക്കെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ അതിഗംഭീരമായിട്ടുള്ള പ്രചാരണമാണ് അവർ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങ് തോറ്റുപോകും എന്ന് വിചാരിക്കുക എളുപ്പമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറയാം. പക്ഷേ അവിടെ ഈ ഇന്ത്യ സഖ്യത്തിലെ ആളുകളാകെ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളാകെ അവിടെ ഒരു കൺഫ്യൂഷനിലാണ് ഹർഷ. അതായത് ആശയക്കുഴപ്പമാർക്ക് വല്ലാതെ ഉണ്ട്. കാരണം അവിടെ മമതാ ബാനർജിയുടെ ഈ 15 വർഷമായി തുടരുന്ന ഭരണത്തെ തൂത്തെറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ CPM-ഉം CPI അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്കും അവിടെ യഥാർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയത്തെ ഒന്ന് വേരൂന്നി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവർ അടികൊള്ളും, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. മമതാ ബാനർജിയുടെ സർക്കാർ അവിടെ നിന്ന് മാറണം. അത് അവരുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ സർവേ ഫലങ്ങൾ മമതാ ബാനർജി ഔട്ടാകും എന്ന് പറയുമ്പോൾ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ മറ്റൊരു പ്രശ്നം എന്താണ്? എന്നാൽ BJP വരികയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ഈ സംസ്ഥാനങ്ങളിൽ വലിയ സംസ്ഥാനമായ ബംഗാളിൽ കൂടെ BJPയുടെ അധികാരം വരിക എന്ന് വെച്ചാൽ BJPയുടെ ശക്തി 10 മടങ്ങാവുക എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും ഈ ഒരു ഭാഗം കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അങ്ങ് പോകുന്നതിൽ സന്തോഷമാണെങ്കിലും മറുഭാഗം കൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ ആകെ പിൽക്കാലത്തേക്ക് ചോദ്യം ചെയ്യുന്ന സംഭവമായിട്ട് BJPയുടെ ബംഗാളിലേക്കുള്ള വരവ് മാറുകയും ചെയ്യും എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും. അതിനകത്ത് ഇത്തവണ സനീഷ് പറഞ്ഞ ഒരു കാര്യം, ഈ കേന്ദ്രസേനയുടെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ BJPയുടെ പ്രവർത്തകർക്ക് ശക്തമായി വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, പല കേന്ദ്രങ്ങളിലും BJPയുടെ പ്രവർത്തകർക്ക് കേന്ദ്രസേനയുടെ സംരക്ഷണയോടെ ഈ തൃണമൂൽ കോൺഗ്രസ്സുകാരെ ഇടിക്കാനും കഴിയും എന്നുള്ളതാണ്. എല്ലാ കാലത്തും. അതായത് ഇടി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പുകളിൽ. അതായത് സിദ്ധാർത്ഥ ശങ്കറയുടെ കാലത്ത് നിന്ന് CPIM അധികാരം പിടിക്കുമ്പോഴും അവിടെ ഇടിയുണ്ട്. അതിൽ നിന്ന് CPIM-ൻ്റെ കയ്യിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിക്കുമ്പോഴും ഇടിയുണ്ട്. ആ ഇടി ഇപ്പോൾ കാണുന്നുമുണ്ട്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത് പശ്ചിമ ബംഗാളിൻ്റെ ഒരു പൊതുസ്ഥിതിയാണ് എന്നുള്ളത് ഇത്തവണയും ആ കാഴ്ചകൾ നമുക്കവിടെ കാണാനുണ്ട്. ആ കാഴ്ചകളിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ഇടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് BJPക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ കേന്ദ്രസേന കാവൽക്കാരായി ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് അവിടുന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ആ വോട്ടുകൾ, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരേ സമയത്ത് ഇപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ എന്നുള്ളത്, ആ വോട്ടുകളെ മുൻനിർത്തിയാണ് ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ 10-90 സീറ്റുകളിൽ അവിടെ മുസ്ലിം വോട്ടുകൾ തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകാനുള്ള സാധ്യത 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഈ SIR-ലൂടെ ഈ 10-90 ലക്ഷം ആളുകളെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് 27 ലക്ഷം ആളുകൾ അവിടെ ഉണ്ട്, വോട്ടർമാർ. 27 ലക്ഷം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 27 ലക്ഷം പേർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഓർക്കണം. അത്
അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ്, അത് പിടിച്ചെടുക്കലാണ്, എന്താണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ 27 ലക്ഷം പേര് ഒരു സംസ്ഥാനത്ത് അങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയാതെ കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ SIR ആത്യന്തികമായി പ്ലാൻ ചെയ്തത് പോലും നമുക്കറിയാം. അതിലെ ഒന്നാമത്തെ ലക്ഷ്യം പശ്ചിമ ബംഗാളും അസമും അടക്കമുള്ള സംസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളത്. ആ അസമിൽ അത് നടപ്പാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്നുള്ളത് അറിയണമെങ്കിൽ കാത്തിരിക്കണം. പക്ഷേ എല്ലാ വോട്ടുകളും അവിടെ ഒരു എന്താണ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന തൊഴിലാളികളടക്കമുള്ള മുഴുവൻ പേരും പോയി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വോട്ടുകൾ ചിതറുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം അത്രയ്ക്കൊരു തീരുമാനമെടുത്ത് പോകുന്ന ആളുകൾ അങ്ങനെ വോട്ടുകൾ ചിതറിച്ച് കളയാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഞാൻ അത്ര വിശ്വസിക്കുന്നുമില്ല. രാജ്യം ഉറ്റുനോക്കുന്ന പശ്ചിമ ബംഗാളിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നേതാക്കൾക്കും പാർട്ടികൾക്കും ഒരുപോലെ നിർണായകമാണ്. CPIM-ന്റെ ദശകങ്ങൾ നീണ്ട ഭരണത്തെ അട്ടിമറിച്ച് 2011-ൽ 184 സീറ്റുകളുമായാണ് തൃണമൂൽ കോൺഗ്രസ് ആദ്യമായി വങ്കനാട്ടിൽ അധികാരത്തിലെത്തുന്നത്. 2016-ലും 2021-ലും തകർപ്പൻ ജയം നേടി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കാൻ മമതയ്ക്ക് സാധിച്ചു. എക്സിറ്റ് പോളുകൾ എതിരാണെങ്കിലും ഇത്തവണയും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് തൃണമൂൽ പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത്. തൃണമൂലും BJP-യും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് ബംഗാൾ ഈ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കുന്നത്. വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിലും തൃണമൂലും BJP-യും തമ്മിൽ 10% വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമഗ്ര വോട്ടർ പരിഷ്കരണം തൃണമൂലിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പ്രവചിക്കുന്നവരും നിരവധിയാണ്. എക്സിറ്റ് പോളുകൾ അനുകൂലമായെങ്കിലും മമതയുടെ പ്രഭാവത്തെ മറികടക്കാൻ BJP-ക്ക് കഴിയുമോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ്. 3 പതിറ്റാണ്ട് കാലത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ച് മമത ഉഴുതുമറിച്ച ബംഗാൾ ഇനി BJP പിടിച്ചെടുക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം.